ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ അടുത്ത് തന്നെ ഒരു കൾട്ടിവേഷൻ ഫാം ഉണ്ട് കേട്ടോ. തളിര എന്നാണ് അതിൻ്റെ നെയിം. അതിൻ്റെ അടുത്തൊക്കെ റബ്ബർ കാടുകളാണ് കേട്ടോ കൂടുതലും. അടുത്ത് വീടുകളൊക്കെ ഉണ്ട്, പക്ഷെ ചെറിയ ചെറിയ വീടുകളാണ്. അവർ വീടും അതിൽ തന്നെയാണ്. അതിൽ തന്നെയാണ് കേട്ടോ അവിടെ പ്ലാന്റ്സൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതും. പ്ലാന്റ്സൊക്കെ ഇമ്പോർട്ട് ചെയ്യലുണ്ട്, ഫ്രൂട്ട്സ് ഇമ്പോർട്ട് ചെയ്യലുണ്ട്. അങ്ങനത്തെ കുറേ പരിപാടീസ് ഉണ്ട് അവിടെ. എപ്പോഴും ജീപ്പും അങ്ങനത്തെ ഈ ട്രക്കിനൊക്കെ പോണ വണ്ടികൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ വണ്ടികൾ എപ്പോഴും വന്ന് പോണത് കാണാം. ഓക്കെ ഗായ്സ്, നമ്മൾ തളിരിലെത്തിക്കഴിഞ്ഞു. നല്ലൊരു പ്ലേസാണ് കേട്ടോ, അടിപൊളി പ്ലേസാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പ്ലേസാണ് ഈ തളിര് എന്ന് പറയുന്നത്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സും കസിൻസും ഒക്കെ വീഡിയോ ഷൂട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ ഇങ്ങോട്ടാണ് അവരൊക്കെ വരുമ്പോൾ വരാറ്. അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫോട്ടോ എടുത്താലൊക്കെ നല്ല ക്ലിയർ ഉള്ള നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. അവിടെ കുറേ പ്ലാന്റ്സ് പോലെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ചെറി, ഓറഞ്ച്, ആപ്പിള്, അനാറ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. സീസൺ അല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ചിലതേ കണ്ടുള്ളൂ. പിന്നെ അവർ അവിടെ ഉണ്ടായിരുന്നില്ല, ഫാമിലി അവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഒലിക്ക് ഓറഞ്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നു കേട്ടോ. കുറേ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇവർ അധികവും. ജാതിക്ക അങ്ങനത്തെ ഒക്കെയാണ് ഇവർ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യലുണ്ട്. ഒരു 3-4 ഏക്കർ സ്ഥലത്താണ് ഇവർക്ക് കൃഷി ചെയ്യുന്നത്. ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഹൗസ്. ആള് ബിസിനസ്സുകാരനാണ്. ഫസ്റ്റ് വീടിൻ്റെ ഓണർ ഡോക്ടറാണ്. ഇതൊരു അടിപൊളി വീടാണ് കേട്ടോ, നല്ലൊരു ആംബിയൻസ് ഉള്ള. ഞാൻ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് നിന്നപ്പോൾ എനിക്ക് പേടിയായിട്ടോ, കാരണം ഫുള്ള് ചുറ്റിനും കാടാണ്. ഒറ്റയ്ക്ക് പോയപ്പോൾ എനിക്ക് നല്ല പേടിയായി. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം പോയി എന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലമൊന്നും കുറേ മേലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ പോയി ഷൂട്ട് ചെയ്തില്ല കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ പോയി ഷൂട്ട് ചെയ്തില്ല. മാംഗോ ട്രീ, അതേപോലെ നമുക്ക് പേരറിയാത്ത കുറേ ഐറ്റംസ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടത്. വേനൽക്കാലം ആയോട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പച്ചപ്പില്ലാതെ. മറ്റേത് ഇവിടെ ഫുൾ പച്ചപ്പായിരുന്നു. ഞങ്ങൾ മഴക്കാലത്തൊക്കെ പോകുമ്പോൾ ഇവിടെ ഫുൾ പച്ചപ്പായിരുന്നു. അവരവിടെ ഇല്ലാത്തതുകൊണ്ട് അതിലൊക്കെ എന്താ കൃഷി ചെയ്തിക്കണെന്ന് ചോദിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ വിജയം. കുറേ പേരറിയാത്ത ചെടികളുണ്ടായിരുന്നു കേട്ടോ, പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇതൊരു ചെറിമരാന്ന് തോന്നുന്നു. അതിൽ ചെറിയൊക്കെ കാണാനുണ്ട് ചുവന്നിട്ട്. വേറെ എന്തെങ്കിലും ആണെന്ന് എനിക്കറിയില്ല. ചെറിയ തന്നെ ആയും ഒരു സൈസ് ഒരിനം ചെറിയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അവിടെ.
കണ്ണാടി പോൽ തുള്ളാടുമീ പിന്നാട്ടിൽ നീന്തി വരാ മിന്നാടുമീ പൊന്മീനുമായി കൂത്താടിയാടി വരാ ഒരു നറുമുട്ടായി മനസ്സിന്റെ മാണിച്ചപ്പിൽ കിണുങ്ങിക്കൊണ്ടിണങ്ങിയും പിണങ്ങിയും കുണുങ്ങിയും അലഞ്ഞു വരാം. ടേസ്റ്റുള്ള ചെറിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ പോയപ്പോൾ എടുത്ത് കഴിച്ചൊന്നുമില്ല, പക്ഷെ അവർ ഞങ്ങൾക്ക് തരലുണ്ട്. നല്ല ടേസ്റ്റുള്ള ചെറിയാണത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവർ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ വീടാണ്. ഇതായിരുന്നു അവിടെ ആദ്യത്തെ വീട്. ഇത് പിന്നെ വിറ്റിട്ട് പിന്നെ ആ വീട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ അവിടെ കാണാൻ. നമുക്കൊരു ഫീല് ഗോൾഡൊക്കെ നല്ല തണുപ്പ് ഫീൽ ചെയ്യും, കാരണം ചുറ്റിനും മരങ്ങളല്ലേ. അപ്പോൾ എത്ര ചൂടുണ്ടെങ്കിലും നമുക്കത് അറിയില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവിടെ പോയാൽ നമുക്ക് കിട്ടുക. എനിക്കിഷ്ടമാണ് ഇങ്ങോട്ട് വരുന്നത്, കാരണം ഞാൻ അധികം ഫോട്ടോഷൂട്ടിന് ഇങ്ങോട്ടാണ് വരാറ്. അടിപൊളിയാണ് കേട്ടോ ആ വീടിൻ്റെ ഉള്ളൊക്കെ കാണാൻ. പക്ഷെ അവരില്ലാത്തതുകൊണ്ട് നടുമുറ്റവും മൂഞ്ഞാലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു വൈബ് തരുന്നൊരു വീടാണത്. അപ്പോൾ അവരില്ലാത്തതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേന് ഇരുട്ടായി. അപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് പോന്നു കേട്ടോ അവിടുന്ന്. ഇരുട്ടായപ്പോൾ പിന്നെ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ ഞാൻ പെട്ടെന്ന് പോന്നു. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.